എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അമ്മാമ്മ ഉണ്ടാക്കുന്ന ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയായിട്ടാണ് വരുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയാണ്, പക്ഷേ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അതേപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കോവയ്ക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് രണ്ടായിട്ട് കീറി അതിൻ്റേക്ക് നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അല്ല, ഞങ്ങൾ ഉണ്ടമുളകാണ് എടുത്തത്. അതേപോലെ ഒരു സവാള, ഇത്രയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചക്കറി മേടിച്ചപ്പോഴത്തേക്ക് കുറച്ച് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മേളിലെ വീട്ടിൽ നിന്നിട്ടുള്ള കുട്ടികളുടെ പപ്പ അവിടെ കോവയ്ക്കയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കോവയ്ക്ക അവിടെ നിന്നാണ്. അപ്പോൾ അമ്മാമ്മ ഇങ്ങനെ പിച്ചാത്തിയൊക്കെ രാവിയതിന് ശേഷം കോവയ്ക്ക വെള്ളത്തിൽ ഇട്ട് കഴുകി അത് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പതിയെ ഇരുന്ന് എല്ലാം അരിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോവയ്ക്ക കിട്ടിയപ്പോഴത്തേക്കും പിന്നെ അമ്മാമ്മ മെഴുക്കുവരട്ടി വയ്ക്കും എന്നുള്ള ഇതിനകത്ത് ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ലതുപോലെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെഴുക്കുവരട്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എനിക്ക് മെഴുക്കുവരട്ടിയേക്കാളും കൂടുതലിഷ്ടം തോരനാണ്. അപ്പോൾ മെഴുക്കുവരട്ടി ഇഷ്ടമാണ്. കോവയ്ക്ക, പയർ ഇതെല്ലാം ഒക്കെ ഇഷ്ടമാണ്. ഫ്രഷ് കോവയ്ക്കയൊക്കെ കിട്ടുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതല്ലേ. അങ്ങനെ വീട്ടിലൊക്കെ വളർത്തുന്നതൊക്കെ ആണെങ്കിൽ നല്ലതാണ്, വിഷാംശമൊന്നുമില്ല. മേളിൽ തന്നെ ചാണകത്തിൻ്റെ വെള്ളം, അതേപോലെ കഞ്ഞിവെള്ളം തലയ്ക്കുന്ന ദിവസത്തത്, അതെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് അതൊക്കെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും ഒരു ദോഷവും ഉണ്ടാവത്തില്ല. അങ്ങനെ സവാള അങ്ങനെ അരിഞ്ഞെടുക്കും. സവാള അരിഞ്ഞെടുത്ത് ഇത്ര കട്ടിയുണ്ടെന്ന് പറഞ്ഞ് കട്ടിക്കല്ല, ലൈറ്റായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ചട്ടിയിൽ വെച്ച് വഴട്ടുമ്പോഴത്തേക്ക് നല്ലതുപോലെ വഴണ്ട് വരുമല്ലോ. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ അടുക്കളയുടെ ചിമ്മിനി ഭാഗം കുറച്ച് ഇരുട്ടാണ്, അതാണ് നമുക്ക് വീഡിയോയ്ക്കകത്തൊരു ഇരുട്ട് ഫീല്. ഇത് നമ്മുടെ 10 മണിക്ക് ശേഷമുള്ള രാവിലെ 10 മണിക്ക് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്, രാത്രിയല്ല. പക്ഷേ അവിടെ ഒന്ന് ഇരുട്ടാണ്, അതാണ് ഇത്രയും വെളിച്ചക്കുറവ്. അങ്ങനെ അമ്മാമ്മ നമ്മുടെ കോവയ്ക്കയും സവാളയൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ കോവയ്ക്കയൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക് യു.